Am I audible? Okay. കേൾക്കാം. Okay. Okay. Praise the Lord. We'll for today's word ministry, we'll turn to book of Galatians, letter to Galatians. ട്രാൻസ്ലേറ്റ് ചെയ്യണ സംജ. ഓക്കെ. ഗലാത്യ ലേഖനത്തിലേക്ക് നമുക്ക് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഗലാത്യ ലേഖനത്തിലേക്ക് നമുക്ക് തിരിയാം. We'll read one verse from chapter 2. ഗലാത്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ വായിക്കാം. Chapter 2 verse 18. ഗലാത്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യമാണ് നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഗലാത്യ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. Yeah, we'll just pray. Father God, we thank you, Father, for this time. Thank you, Lord, for the time of worship. Lord, as we look into your word, Holy Spirit, we pray that you teach us from the word and help us, O Lord, to be doers of the word and not just hearers. In Jesus Christ's precious name we pray. Amen. Okay, so I'll start with an illustration. ഉദാഹരണത്തോടുകൂടെ ഞാൻ ഇന്നത്തെ ചിന്ത ആരംഭിക്കട്ടെ. In one of the mission hospitals that we worked in one of the building blocks, on the 5th floor, always in the during the springtime, the bees used to come and make a beehive on that 5th floor outside the window. ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള ഒരു മിഷൻ ഹോസ്പിറ്റലിലെ 5-ാമത്തെ നിലയില് ശരത്കാലമാകുമ്പോഴത്തേക്ക് ഈ വാതിലിന് വെളിയില് തേനീച്ചകൾ വന്ന് കൂട് കൂട്ടുമായിരുന്നു. And it was not an accessible area. People don't usually go to that side of the window, and in that area this beehive used to come, and eventually it used to be a huge beehive with lots of bees. ആളുകൾ അധികം ഒന്നും അങ്ങോട്ട് പോകുന്ന ഒരു സ്ഥലമായിരുന്നില്ല 5-ാമത്തെ നിലയിൽ. അങ്ങോട്ട് എത്തിപ്പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. എന്നാൽ തേനീച്ചകൾ വളരെ വലിയൊരു തേനീച്ചക്കൂട് അവിടെ ഉണ്ടാക്കുന്നത് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പല സമയത്ത്. And then eventually what happens is that sometimes the bees they go a little mad, and then they start stinging all the people and patients, and then people will take action and bring down that burn down that beehive. ചില സമയങ്ങളിൽ ഈ തേനീച്ചകൾ അവിടെ വരുന്ന രോഗികളെയും മറ്റാളുകളെയൊക്കെ കുത്താനായിട്ട് തുടങ്ങും. ആ സമയത്ത് ആളുകൾ നടപടി എടുക്കും. തേനീച്ചക്കൂട് കരിച്ച് കളഞ്ഞ് അതുങ്ങളെ തേനീച്ച അവിടെ നിന്ന് ഓടിക്കും. And after it's burned, only thing you'll see is one black spot where that beehive used to be. നമ്മൾ ആ തേനീച്ചകളെ ഓടിച്ചു വിട്ട് കഴിയുമ്പോഴത്തേക്ക് ഓടിച്ചു വിട്ട് കഴിയുമ്പോഴത്തേക്ക് ആ തേനീച്ചക്കൂട് ഇരുന്ന ആ ഒരു സ്ഥലം ഒരു കരിഞ്ഞ ഒരു സാധനമായിട്ട് പിന്നീട് കാണാനായിട്ട് ഇടയായിത്തീരുന്നു. And for a long time we don't pay any attention to that area. വളരെ നാളുകളിലേക്ക് പിന്നെ ആ സ്ഥലത്തേക്ക് ആരും തിരിഞ്ഞു നോക്കാറില്ല. But then the next spring when it comes, suddenly people notice that this beehive has come there again. പെട്ടെന്ന് വീണ്ടും ശരത്കാലം ആകുമ്പോഴേക്കും പെട്ടെന്ന് തേനീച്ചക്കൂട് അവിടെ പ്രത്യക്ഷപ്പെടും. And you wonder, how did that thing come up there again? നമ്മൾ ആശ്ചര്യത്തോടെ ചിന്തിക്കുക, എങ്ങനെയാണ് ഇത് വീണ്ടും ഇവിടെ തന്നെ വീണ്ടും വന്നത്? Didn't we burn it off, but it has come there again? ഞങ്ങൾ അതിനെ കരിച്ച് പുകച്ച് വിട്ടതാണ്, പക്ഷെ അത് വീണ്ടും വന്നിരിക്കുന്നു ഇവിടെ. No, and this verse is talking about that, about building up things which you had torn down in your life. ഈ നമ്മൾ വായിച്ച വേദഭാഗത്ത് പറയുന്നത് ഞാൻ പൊളിച്ചത് വീണ്ടും പണിയുകയാണെങ്കിൽ പണിയുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. We talk about rebuilding things that have been broken down by the enemy, but we also need to know there are things that we can rebuild which we had broken down when we came to Christ. ശത്രു നമ്മളെ തകർത്ത് കളഞ്ഞതിനെ കുറിച്ച് തകർത്ത് കളഞ്ഞതിനെ വീണ്ടും പുതുക്കി പണിയതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ക്രിസ്തുവിൽ നാം വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തെ പുതുക്കി പണിയേണ്ടതായിട്ടുള്ള തകർന്ന് കിടക്കുന്ന കാര്യങ്ങൾ പുതുക്കി പണിയേണ്ടതായിട്ടുള്ള ആവശ്യവും കൂടിയുണ്ട്. There's an example in the Old Testament. If you turn to 2 Kings 18 verse 4. പഴയ നിയമത്തിൽ ഒരു ഉദാഹരണം നാം ചിന്തിച്ചാൽ 2 രാജാക്കന്മാർ 18-ാമത്തെ അധ്യായത്തിന്റെ
നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നു. 2 രാജാക്കന്മാർ 18-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹ സ്തംഭങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ച് മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെയും മുടച്ചു കളഞ്ഞു. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. So, this is talking about Hezekiah. It says that, for many years, these people were doing the wrong practice of worshipping on the high places. And when Hezekiah came, it says that, he removed the high places. ഈ യെഹെസ്കേൽ രാജാവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങള്. അദ്ദേഹം ചെയ്ത ഒരു കാര്യം, ഈ വിഗ്രഹസ്തംഭങ്ങളെ തകർത്ത് അശേര പ്രതിമകളെ ഉടച്ചു കളഞ്ഞിട്ട് കാരണം ഇസ്രായേൽ ജനം ആ സമയം വരെയും ഈ ഉയർന്ന സ്ഥലങ്ങളിൽ ഈ അശേര പ്രതിഷ്ഠകൾക്ക് ധൂപം കാട്ടുന്ന ഒരു പതിവുണ്ടായിരുന്നു. അത് അശേഷം നീക്കിക്കളഞ്ഞത് യെഹെസ്കേൽ രാജാവാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. When we come to chapter 21, 2 Kings 21 verse 3, എന്നാൽ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ 2 രാജാക്കന്മാർ 21-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ 21-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, തന്റെ അപ്പനായി യെഹെസ്കേൽ നശിപ്പിച്ചു കളഞ്ഞിരുന്ന പൂജാഗിരികളെ അവൻ വീണ്ടും പണിത് ബാലിന് ബലിപീഠങ്ങൾ ഉണ്ടാക്കി. Manasseh rebuilds all that Hezekiah had destroyed. All the wrong that Hezekiah had destroyed, Manasseh rebuilds it. തന്റെ പിതാവായിരിക്കുന്ന യെഹെസ്കേൽ നശിപ്പിച്ച കാര്യങ്ങളെ, ആ പൂജാഗിരികളെ വീണ്ടും തന്റെ മകനായിരിക്കുന്ന മനശ്ശ പണിത് ഉയർത്തുന്നതിനെ കുറിച്ച് നാം ഇവിടെ കാണുന്നു. And today, we need to take time to look into our lives and see, are there things that, we destroyed, that we tore down, that has slowly, gradually been rebuilt in our lives. നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ഗൗരവമായിട്ട് നാം വിശകലനം ചെയ്യേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ നാം തകർത്ത് കളഞ്ഞത്, നാം നിശേഷം നശിപ്പിച്ച കാര്യങ്ങളെ പതുക്കെ പതുക്കെ നമ്മൾ പണിതുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? And so when we come to this passage, we're going to look at what is the context of this passage. നമ്മൾ ഈ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിന്റെ പശ്ചാത്തലം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് പഠിക്കുവാൻ. So coming back to Galatians chapter 2, we can read first verses 11 to 14. ഗലാത്യ ലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 2-ാമത്തെ അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഗലാത്യ ലേഖനം 2-ാമത്തെ അധ്യായം 11 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ. എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നാറെ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു. യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുൻപേ അവൻ ജാതികളോടുകൂടെ തിന്നുപോന്നു. അവൻ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു. അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദപ്രകാരമല്ല ജാതികളുടെ മര്യാദപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പിക്കുവാൻ നിർബന്ധിക്കുന്നത് എന്തിന്? Okay, so if you see this passage, the villain in this passage is none other than Peter. ഈ പാസേജിലെ വില്ലൻ എന്ന് പറയുന്നത് മറ്റാരുമല്ല, പത്രോസ് അപ്പോസ്തലൻ തന്നെയാണ്. So Cephas is the name for the other name for Peter. പത്രോസിന്റെ മറ്റൊരു പേരാണല്ലോ കേഫാവ് എന്നുള്ളത്. And so one thing, first thing we understand from this passage is that some churches hold Peter in very highly, saying that he was the leader of the church, the sort of leader without any faults, who became the first great leader of the church, and then every other leader is following in his lineage. പല സഭകളും പത്രോസിനെ വലിയൊരു സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാറുണ്ട്. അവർ പറയുന്നത് പത്രോസാണ് സഭയുടെ തലവൻ, ആ പത്രോസിന്റെ ആ പിൻഗാമികളായിട്ടാണ് മറ്റു പലരും വരുന്നത്. പത്രോസിന് യാതൊരു കുറ്റവുമില്ലാത്തൊരു വ്യക്തിയായിട്ടാണ് പല സഭകളും പത്രോസിനെ കാണുന്നത്. So notice in this passage that he is afraid of people who have come from James. യാക്കോബിന്റെ പക്ഷത്ത് നിന്ന് വന്ന ആളുകളെ ഈ പത്രോസ് ഭയപ്പെടുന്നതായിട്ട് നാം ഇവിടെ കാണുന്നു. And the next thing is that Paul is like talking straight to him on his face, rebuking him. എന്നാൽ നാം ഇവിടെ അടുത്തത് നാം കാണുന്നത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പത്രോസിന്റെ മുഖത്ത് നോക്കി പത്രോസിനെ തെറ്റിദ്ധരുത്തുന്നതായിട്ട് നാം കാണുന്നു. So we realize that he's just one of the other apostles in that fellowship.
നാം ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പത്രോസിന് പ്രത്യേകമായ ശ്രേഷ്ഠതകളൊന്നുമില്ല. മറ്റ് അപ്പോസ്തലന്മാരിൽ ഒരുവൻ മാത്രമായിരുന്നു ഈ പത്രോസും. Now, what is the problem here with Peter? നാം ഇവിടെ ചിന്തിക്കുമ്പോൾ പത്രോസിനെ സംബന്ധിച്ചുള്ള പ്രധാന പ്രശ്നം എന്താണ്? Is that, he was eating with, as a Jew, he was eating with the Gentiles, but when, people of Jewish background came, suddenly he separated away from them. പത്രോസിന്റെ പ്രശ്നം ഇതായിരുന്നു. പത്രോസ് യാക്കോബിന്റെ പക്ഷത്തിലുള്ള ആളുകൾ വരുന്നത് വരെ പത്രോസ് യഹൂദന്മാരല്ലാത്ത ആളുകളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. എന്നാൽ ചില പ്രത്യേക കാരണങ്ങളാൽ പത്രോസ് ഈ പതിവ് മാറ്റി യഹൂദന്മാരോടൊപ്പം മാത്രം ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങി. Now, for Jewish people, for many, for years, centuries, they were a people who were set apart from Gentiles. And so it is difficult for them, to break that habit. യഹൂദന്മാരെ സംബന്ധിച്ച് അവര് നൂറ്റാണ്ടുകളായിട്ട് മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ട ഒരു ജനമായിരുന്നു. ആ ഒരു പതിവ് തെറ്റിക്കുന്നതിൽ യഹൂദന്മാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. But if you turn back to Acts, we'll read a few verses from Acts of the Apostles. Acts chapter 10, verse 34. നമ്മൾ അപ്പോസ്തല പ്രവർത്തികളിലേക്ക് നമ്മൾ വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തികളുടെ 10-ാമത്തെ അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിൽ മുതൽ നാം ഇങ്ങനെ വായിക്കുന്നത്: അപ്പോൾ പത്രോസ് വായ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. Okay. And chapter 11 verses 2 to 4. 11-ാമത്തെ അധ്യായത്തിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് യെരുശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു, നീ അഗ്രധർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടി ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. 4 also. പത്രോസ് കാര്യം ആദ്യം മുതൽ ക്രമമായി അവരോട് വിവരിച്ച് പറഞ്ഞത് ഞാൻ and verse 18. 18-ാമത്തെ വാക്യം, അവർ അത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അങ്ങനെ ആയാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. So you see, Peter is the first one among them whom God had, enlightened about this fact that God is revealing the gospel to the Gentiles as well, and that he's breaking down the barriers between Jews and Gentiles. യഹൂദന്മാരല്ലാത്തവരും തമ്മിലുള്ളതായിട്ടുള്ള ആ വിടവ് ദൈവം നികത്തി എന്നുള്ള കാര്യം ആദ്യമായിട്ട് വെളിപ്പെടുത്തി കൊടുത്തത് പത്രോസ് അപ്പോസ്തലനായിരുന്നു. And so Peter comes to that realization, and Peter, says, oh, I now realize that God does not show partiality, and he's able to tell the others also, I have come to the realization and God has broken this barrier in my life. പത്രോസിനെ തന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കിട്ടിയ ഒരു സത്യം, യഹൂദന്മാരും തമ്മിലുള്ള വിടവ് ദൈവം നികത്തിയിരിക്കുന്നു. അത് ഈ കാര്യം പത്രോസിന് വെളിപ്പെടുത്തി കിട്ടി എന്ന് മാത്രമല്ല, അദ്ദേഹം മറ്റുള്ളവരെയും ഈ കാര്യം അറിയിക്കുന്നതായിട്ടും നാം ഈ ഭാഗത്ത് കാണുന്നു. So we see that, in Peter's life, a wrong thought, a wrong, ideology that he held to, that he was able to destroy it and break it down under God's guidance and leading. പത്രോസിന് ഒരു കാര്യം മനസ്സിലായി, ദൈവ ഹിതപ്രകാരമല്ലാത്ത ഒരു കാര്യം തന്റെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ള കാര്യം പത്രോസിന് മനസ്സിലായപ്പോൾ പത്രോസ് ആ കാര്യം തകർത്ത് കളഞ്ഞിട്ട് പുതിയ രീതിയിൽ തന്റെ ജീവിതത്തെ വീണ്ടും ഒന്നുകൂടെ പണിയാനായിട്ട് ആരംഭിക്കുന്നതായിട്ട് നാം ഇവിടെ കാണുന്നു. But here, when we come to Galatians, we see that, Peter, under fear of people who have come from other places, we see that suddenly, there is a change in his attitude. എന്നാൽ ഇങ്ങനെ ജീവിച്ചു വന്ന പത്രോസിന്റെ ജീവിതത്തില് ഗലാത്യ ലേഖനത്തിലേക്ക് വരുന്ന സമയത്ത് തന്റെ മനോഭാവത്തില് ഒരു വലിയൊരു മാറ്റം ഉണ്ടായതിനെ കുറിച്ചാണല്ലോ നാം വായിച്ചത്. And this is what Paul is saying: if I rebuild what I have torn down, then I am in sin, I am in the wrong if I rebuild things that I have torn down. ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്, ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. And that is what we need to keep looking at our lives and seeing that are there things that we have torn down that we are slowly rebuilding up again. നമ്മുടെ ജീവിതത്തില് നമ്മൾ ഒരു കാലത്ത് വേണ്ട എന്ന് വെച്ച കാര്യങ്ങൾ, തകർത്ത് കളഞ്ഞ കാര്യങ്ങൾ പതുക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. Because sometimes we can be so happy that we have overcome a certain problem, and then we don't pay any attention at all, we are not careful, and then before you realize it, like that beehive,
you realize that it has come up there again. ഞാൻ ആദ്യമേ പറഞ്ഞതായിട്ടുള്ള ആ തേനീച്ചക്കൂടിന്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മളത് വേണ്ട രീതിയിൽ നാം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒരു കാലത്ത് തകർത്ത് കളഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആ സ്ഥാനത്ത് തന്നെ തിരിച്ചു വരാനായിട്ടുള്ള ഒരു അപകട സാധ്യതയും നമ്മുടെ മുൻപിലുണ്ട്. So we just look at 5 areas where we need to really apply so that we make sure that we do not rebuild these wrong structures. ഞാൻ ഇനി അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്ന 5 പ്രധാനപ്പെട്ട ഏരിയാസ് ആണ്. അത് നമ്മുടെ വീണ്ടും നമ്മൾ വീണ്ടും അത് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. And the first one is from what we read in the passage itself of Peter, is that fearing people and not looking for the approval of God. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വായിച്ച വേദഭാഗത്ത് തന്നെയുണ്ട്. ആളുകളെ ഭയപ്പെടുകയും ദൈവത്തിന്റെ അംഗീകാരം നോക്കാതെ ആളുകളുടെ ഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ കുറിച്ച് നാം ഇവിടെ വായിച്ചുവല്ലോ. So that's what we saw in verse 12, that Peter was fearing people and that's why he changed his decision. 12ാമത്തെ വാക്യത്തിൽ നാം വായിച്ചുവല്ലോ, ആളുകളെ ഭയപ്പെട്ടുകൊണ്ട് തന്റെ തീരുമാനത്തെ പത്രോസ് മാറ്റുന്നു. And verse 14, very important, that I saw that their conduct was not in step with the truth of the gospel. 14ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള വാക്യമാണ്. അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്, നീ യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത് എന്തിന്? Yeah. So the important thing is to have your conduct in step with the truth of the gospel. ഏറ്റവും പ്രധാനപ്പെട്ട സത്യം എന്ന് പറയുന്നത് നമ്മുടെ നടപ്പ് എന്ന് പറയുന്നത് സുവിശേഷത്തിന്റെ നിർമ്മല സത്യങ്ങൾക്ക് അനുസരിച്ച് ആയിരിക്കണം. And so for Peter the problem was fear of people, which made him go away from the conduct of the gospel. സുവിശേഷത്തിന് അനുസൃതമായി നടക്കുന്നതിന് എതിരായിട്ട് പത്രോസിനെ നിർബന്ധിച്ചത് ആളുകളോടുള്ള ഭയമാണ്. In Galatians 1 verse 10, ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 10ാമത്തെ വാക്യത്തില് 1:10, ഞാൻ ഇപ്പോൾ മനുഷ്യരെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല. Yeah, here Paul is saying, am I trying to please people or God? And he says that if I'm trying to please people, then you cannot be a servant of God, a disciple of God. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ഒരു ദൈവത്തിന്റെ ദാസനായിരിക്കാനായിട്ട് എനിക്ക് കഴിയുകയില്ല. Yeah, in Proverbs 29 verse 25, Proverbs 29:25. സദൃശവാക്യങ്ങളുടെ പുസ്തകം 29ാമത്തെ അധ്യായത്തിന്റെ 25ാമത്തെ വാക്യം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 29ാമത്തെ അധ്യായത്തിന്റെ 25ാമത്തെ വാക്യം. The first part of that verse. 29ാമത്തെ അധ്യായത്തിന്റെ 25ാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം, മനുഷ്യഭയം ഒരു കണിയാകുന്നു. Yeah, fear of man will prove to be a snare. മനുഷ്യരോടുള്ള ഭയം, മനുഷ്യഭയം ഒരു കണിയാണ് എന്ന് ഇവിടെ തെളിയിച്ചിരിക്കുന്നു. So if you're always living for out of fear of people, trying to please people, win their approval, trying to gain their favor, then you are falling into a trap. നമ്മൾ എപ്പോഴും നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ആളുകളെ പ്രസാദിപ്പിക്കുക, ആളുകളെ പ്രീതി പിടിച്ചു പറ്റുക എന്നുള്ളതാണെങ്കിൽ നാം തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. And it's especially true if you're not keeping proper company. നമ്മത് പ്രത്യേകിച്ച് ശരിയായിട്ട് വരും, കാരണം നമ്മൾ ശരിയായ രീതിയിലുള്ള ബന്ധങ്ങളെ നാം സൂക്ഷിക്കുന്നില്ലെങ്കിൽ. We read that in 1 Corinthians chapter 15 verse 33. 1 കൊരിന്ത്യർ 15ാമത്തെ അധ്യായത്തിന്റെ 33ാമത്തെ വാക്യത്തില് നാം ഈ കാര്യങ്ങൾ വീണ്ടും വായിക്കുന്നു. 1 കൊരിന്ത്യർ 15ാമത്തെ അധ്യായം 33ാമത്തെ വാക്യം. വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. Bad company ruins good morals. അതായത് തെറ്റായിട്ടുള്ള കൂട്ടുകെട്ട് നല്ല ശീലങ്ങളെ, നല്ല ധാർമ്മിക മൂല്യങ്ങളെ തകർക്കുന്നു. So when you're in bad company, you can be deceived because you want to get the favor of your friends, and then you start behaving like them, you start doing things which are pleasing to them rather than winning the approval of God.
നമ്മുടെ കൂട്ടുകാര് മോശപ്പെട്ടവരാണെങ്കിൽ നാം അവരുടെ പ്രീതി സമ്പാദിപ്പിക്കാനായിട്ട് നാം അവരെ പോലെ പെരുമാറും. അങ്ങനെ വരുന്ന സമയത്ത് ദൈവത്തിൽ നിന്നുള്ള നമ്മുടെ അംഗീകാരം, ദൈവ മക്കളെന്നുള്ള നമ്മുടെ നിലത് വിട്ട് നാം പെരുമാറേണ്ടതായിട്ട് വരും. So it's very important that, as we say, do not be yoked with unbelievers. Be very careful when you walk with unbelievers and people of bad company. It's better to break away from them. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത്, ദൈവത്തെ അറിയാത്ത ആളുകളുമായിട്ടുള്ള നമ്മുടെ കൂട്ടുകെട്ട് നാം എത്രയും പെട്ടെന്ന് ഉപേക്ഷിക്കുകയും ആ ദൈവമക്കളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ, സജീവമായിട്ടുള്ള ബന്ധത്തിൽ എപ്പോഴും നാം ആയിരിക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നത്. So that is the first thing, the approval of God and not the fear of man. ഏറ്റവും ആദ്യത്തെ കാര്യം ഇതാണ്, ദൈവത്തിൽ നിന്നുള്ള അംഗീകാരം മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം, അല്ലാതെ മാനുഷ്യഭയത്തിലെ നാം തീരുമാനങ്ങളെ മാറ്റിമറിക്കരുത്. The second thing is to guard your heart. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഹൃദയത്തെ നാം സൂക്ഷിക്കുക എന്നുള്ളതാണ്. We read in Proverbs 4 verse 23, guard your heart. സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിന്റെ 4 verses 23. 23-ാമത്തെ വാക്യത്തിൽ, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. So very important that you guard your heart, the state of your heart with all diligence and vigilance. സകല ജാഗ്രതയോടും കൂടെ, സകല ഉത്സാഹത്തോടും കൂടെ നാം നമ്മുടെ ഹൃദയത്തിന്റെ നില കാക്കേണ്ടതായിട്ടിരിക്കുന്നു. And even that's what our Lord Jesus said, out of the heart comes all these thoughts, evil thoughts, immoral thoughts, impure thoughts, anger, all these originate from the heart. അത് തന്നെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും പറഞ്ഞത്, ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, വ്യഭിചാരം തുടങ്ങിയതായിട്ടുള്ള സകലവിധ പാപങ്ങൾ ഉത്ഭവിക്കുന്നത്. And so it's very important that none of these roots start taking hold in our heart. ഇത് വളരെ പ്രാധാന്യത്തോടെ ജാഗ്രതയോടെ നാം കാക്കേണ്ട ഒരു കാര്യം. ഇതിന്റെ ഈ ദുഷ്ടതയുടെയും ഈ വഞ്ചനയുടെയും അതുപോലെയുള്ള അസാൻമാർഗികമായിട്ടുള്ള കാര്യങ്ങളുടെയും ഒരു വേരെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം നാം കൂടെ പരിശോധിക്കുകയും അതിനെ നാം ഗാർഡ് ചെയ്യുകയും ചെയ്യണം. Yeah, so it's very important when we guard our heart that we don't allow these seeds of these bitterness, anger, impurity, that they come and they get lodged in our heart. അതായത് നമ്മുടെ ഹൃദയത്തെ കാക്കേണ്ടതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ കയ്പിന്റെയും ഈ അസൂയയുടെയും ഒക്കെയുള്ള വിത്തുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വീഴാതെ നമ്മുടെ ഹൃദയത്തിനെ നാം ജാഗ്രതയോടെ സൂക്ഷിക്കേണ്ടതിരിക്കുന്നു. So second is guarding our heart. The third is disciplining our body. ഒന്നാമത്തെ കാര്യം നാം ചിന്തിച്ചല്ലോ. രണ്ടാമത്തെ കാര്യം നമ്മുടെ ഹൃദയത്തിന്റെ നില അറിഞ്ഞ് നാം ഹൃദയത്തെ നാം ജാഗ്രതയോടെ കാക്കണം. മൂന്നാമത് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എന്നുള്ള ഒരു കാര്യമാണ്. 1 Corinthians 9:27. 1 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 9:27. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. Yeah, here Paul is telling that so that I don't get disqualified. Someone as big as Paul is saying, he's very cautious that he keeps his body disciplined. മറ്റാരുമല്ല, പൗലോസ് തന്നെയാണ് പറയുന്നത്, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ ഡിസ്ക്വാളിഫൈ ആയി പോകാതിരിക്കേണ്ടതിന്, ഞാൻ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് ഞാൻ എന്റെ ശരീരത്തെ ഞാൻ ഡിസിപ്ലിൻ ചെയ്യുകയാണ്, ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ്. Again, Romans chapter 6 verse 12 and 13. റോമാലേഖനത്തിലേക്ക് നമ്മൾ വീണ്ടും വരുമ്പോൾ 6-ാമത്തെ അധ്യായത്തിന്റെ റോമാലേഖനം അതിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 11-ഉം 12-ഉം 12 and 13. 12-ഉം 13-ഉം. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാടരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവിൻ. Here disciplining your body, members of your body, and presenting them as instruments of righteousness, and not again becoming complacent and going towards sin. പാപത്തിലേക്ക് നാം വീണ്ടും പോകാതെ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കേണ്ടതിന്റെ ഒരു ആവശ്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. And so that is disciplining your body. The next thing is to renew your mind continuously.
നാം ശരീരത്തിന്റെ ഒരു ഡിസിപ്ലിനായിട്ട് സൂക്ഷിക്കുന്നതിനെ കുറിച്ച് നാം ചിന്തിച്ചുവല്ലോ. അടുത്തത് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ഒരു മനസ്സിന്റെ പുതുക്കത്തിൽ, മനസ്സിന്റെ എപ്പോഴുമുള്ള രൂപാന്തരത്തെ കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. So Romans 12 verse 2, we all know this verse. Do not be conformed to the world, but be transformed by the renewal of your mind. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്യമാണല്ലോ റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അതായത് നമ്മുടെ ബുദ്ധിയുള്ള ഒരു ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിപ്പിൻ. അതുപോലെ 12-ന്റെ 2-ാമത്തെ വാക്യത്തിൽ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. Yeah, so by not conforming to the world, but rather you're renewing your mind and transforming by the renewal of mind. And again, that says in Romans 8, we read that it's by setting your mind on the spirit and not the flesh. അതായത് റോമാലേഖനത്തിൽ നാം 8-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെ ആത്മാവിൽ കേന്ദ്രീകരിക്കുകയും ജഡത്തിലല്ല ആത്മാവിൽ കേന്ദ്രീകരിക്കുകയും ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മ എന്താണ്, പൂർണ്ണത എന്താണെന്ന്, ദൈവം പ്രസാദിക്കുന്ന ഏതിലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടതിന്റെ ഒരു ആവശ്യം നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ടുണ്ട്. So Romans 8 verse 6 says, set the mind on the flesh is death, but to set the mind on the spirit is life and peace. ജഡത്തിന്റെ ചിന്ത മരണം, 8-6 ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. Yeah, so this is the thing, we set our mind on the spirit and not on the world, and have it constantly renewed and have our mind constantly being transformed. നമ്മുടെ ആത്മാവിന്റെ ചിന്ത ദൈവത്തിൽ എപ്പോഴും ആണെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും രൂപാന്തരത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. And 2 Corinthians 10 verse 5, 2 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞിട്ട് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. Yeah, it's like taking every thought captive to obey Christ. Taking every thought that comes into your head, we should take it captive. Is this from God? Is this a right thought? Be able to analyze that thought, and at that level itself, to take it captive, and if it's not from God, to rebuke it and let it go. അതായത് നാം ഇവിടെ കണ്ട ഒരു കാര്യം ഇതാണ്, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഓരോ ചിന്തകളെയും ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ, ഇത് പ്രയോജനമുള്ള ഒരു ചിന്തയാണോ എന്ന് നാം വിശകലനം ചെയ്തിട്ട് എല്ലാ ദൈവത്തിന് വിരോധമല്ല, ദൈവത്തിനും ദൈവഹിതത്തിനും വിരോധമായിട്ട് വരുന്ന എല്ലാ ചിന്തകളെയും നാം പിടിച്ചടക്കി ദൈവഹിത പ്രകാരമുള്ള ചിന്തകളാൽ നമ്മുടെ മനസ്സിനെ നിറയ്ക്കേണ്ടതായിട്ടിരിക്കുന്നു. Yeah, and so coming back to Galatians, the next point, a very important point, is to allow Christ to live through you. അതായത് നാം ഗലാത്യ ലേഖനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടതായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് ക്രിസ്തു നമ്മുടെ ജീവിതത്തിലൂടെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. And that's in Galatians 2 verse 20. നമുക്ക് ഗലാത്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിട്ടുള്ള ഒരു വാക്യമാണ് ഗലാത്യ ലേഖനം 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. Yeah, so the life and after that also the life that I live in. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. Last week Brother Sujoy was talking about that, having a fellowship, a relationship with Jesus, how different that is from someone who is in the spirit of religion. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചതുപോലെ ദൈവത്തെ മറ്റു മതങ്ങളിൽ ഉള്ളതുപോലെ അല്ല, മറിച്ച് ദൈവവുമായിട്ടുള്ള ഒരു അടുത്ത ബന്ധത്തിൽ ജീവിക്കുന്നതിനെ കുറിച്ച് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചുവല്ലോ. And that is really the key, to have Christ living through us, fellowshipping with him, filled with his love, compelled by his love. And when we are living in that way, controlled by Christ, all the points before that will come so much more naturally to us.
നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ നമ്മുടെ ജീവിതം ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുമ്പോഴാണ്. അതായത് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറഞ്ഞ്, ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിറഞ്ഞ്, ക്രിസ്തുവിനോടുള്ള ഭയഭക്തിയിൽ നിറഞ്ഞ് നാം ജീവിക്കുമ്പോഴാണ് നാം ഈ മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുന്നത്. Yeah, and the last thing is to be controlled, living on every word of God. അതായത് ദൈവത്തിന്റെ എല്ലാ വചനങ്ങളും അനുസരിച്ച് ജീവിക്കുക. അതാണ് അവസാനമായിട്ട് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. Because in Hebrews it says, the word of God is like a double-edged sword, which pierces through us and removes and cuts off things which are not right. ശരിയായ കാര്യങ്ങളെല്ലാം ആര്യങ്ങളെല്ലാം വിവേചിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറുന്ന ഇരുവായ്ത്തലയുള്ള ഒരു വാളാണ് ദൈവത്തിന്റെ വചനം എന്ന് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുവല്ലോ. So, if we are not in his word, we are not meditating on his word, what will happen is, sometimes we'll be deceived into thinking that we are doing the right thing. But it's when we meditate on the word, that it acts like a mirror and as a sword, and it cuts through us and it shows what is wrong. And, if there are things creeping in. നമ്മുടെ ദൈവത്തിന്റെ വചനം ശരിയായ രീതിയിൽ നാം വായിക്കുമ്പോൾ അതൊരു വാള് പോലെയാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് അത് തുളച്ചു കയറി തെറ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് വിഭജിച്ച് രണ്ടാക്കി മാറ്റുന്നു. മറ്റൊന്നൊരു പ്രത്യേകത, ദൈവത്തിനൊരു കണ്ണാടി പോലെയാണ്. ശരിയായിട്ടുള്ള ഒരു കാഴ്ച അല്ലാത്ത കാര്യങ്ങളെ നമ്മുടെ കണ്ണിന് മുൻപേ ദൈവത്തിന്റെ വചനം കാണിച്ചു തരുന്നു. Yeah, so at close with this verse, Galatians chapter 5 verse 1. ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തോടുകൂടെ ഞാൻ ഈ ചിന്ത ഉപസംഹരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 5-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം: സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. So we have through the strength of Christ, through the strength of the Spirit, we have broken down everything, all these barriers, these strongholds. We have broken down things and we are free now. But in that freedom, don't become relaxed and complacent and again go into things of slavery. കർത്താവ് എല്ലാ കാര്യങ്ങളും നമ്മളെ സ്വതന്ത്രരാക്കി. ആ സ്വാതന്ത്ര്യത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷെ ഈ സ്വാതന്ത്ര്യം നാം വീണ്ടും അടിമ നുകത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന് ഒരു സഹായമായിരിക്കരുത്. So do not rebuild the things that you have destroyed. ഒരിക്കൽ നശിപ്പിച്ചു കളഞ്ഞത്, ഒരിക്കൽ വേണ്ടെന്ന് വെച്ചത്, ഒരിക്കൽ ഉപേക്ഷിച്ച് കളഞ്ഞത് വീണ്ടും പുതുക്കി പണിയാനായിട്ട് നാം തുനിയരുത്. So 6 things which we saw is looking to the approval of God and not the fear of man. ഒന്നാമത് നാം ചിന്തിച്ചിട്ടുള്ള 6 കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയട്ടെ. മനുഷ്യ ഭയം ഒരു കണിയാണ്. മനുഷ്യന്റെ അംഗീകാരമല്ല, ദൈവത്തിന്റെ അംഗീകാരമാണ് നാം എപ്പോഴും ലാക്കാക്കി പ്രവർത്തിക്കേണ്ടത്. Second thing is to guard your heart. രണ്ടാമത് സകല ജാഗ്രതയോടും കൂടെ നമ്മുടെ ഹൃദയത്തെ നാം സൂക്ഷിക്കണം. കാരണം ഹൃദയത്തിൽ നിന്നാണ് ജീവന്റെ ഉറവ് ഉത്ഭവിക്കുന്നത്. Third thing is to discipline your body, not to be complacent. ഈ ജഡ ശരീരത്തെ നാം ദണ്ഡിപ്പിച്ച് അടിമയാക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. Fourth thing is to renew your mind. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് എപ്പോഴും ഒരു രൂപാന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. Yeah, keep setting it on the spirit and not the flesh. നമ്മുടെ മനസ്സ് എപ്പോഴും ആത്മാവിലായിരിക്കണം ഉറക്കേണ്ടത്, അല്ലാതെ ജഡത്തിലായിരിക്കരുത്. And the fifth thing is that Christ living through you. അഞ്ചാമത്തതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം, കർത്താവ് നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിന്റെ ജീവിതം നാം ജീവിച്ച് കാണിക്കുക. Consider yourself dead and crucified, and now Christ is living through you. എപ്പോഴും നാം നമ്മെ തന്നെ പരിഗണിക്കേണ്ടത്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നും ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതും എന്നുള്ള കാര്യം നാം എപ്പോഴും നമ്മുടെ പരിഗണനാ വിഷയമായിട്ട് വരേണ്ടിയിരിക്കുന്നു. And the sixth thing we saw was God's word, to always hold it as a mirror and as a sword which points towards us, and to have it remove the things which are not from God. ദൈവത്തിൽ നിന്നുള്ള അല്ലാത്ത എല്ലാ കാര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന ഒരു വാളായിട്ടും ദൈവ ഹിതപ്രകാരമല്ലാത്ത എല്ലാ കാര്യങ്ങളെയും നമുക്ക് കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയായിട്ടും ദൈവവചനത്തെ കണ്ടുകൊണ്ട് ആ ദൈവവചനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ആണ് ആറാമത് നാം ചിന്തിച്ചത്. Yeah, sometimes when you see these old habits you thought, old nature, old habits you thought you had destroyed, and suddenly you see it coming again, and when you see that, you might be very disheartened and discouraged. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ ഇടിച്ചു കളഞ്ഞായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും തിരിച്ചു വരുമ്പോൾ നമ്മൾ ഒരുപക്ഷെ നമുക്ക് നിരാശപ്പെടാനായിട്ടും അതുപോലെ തന്നെ വിഷമിക്കാറൊക്കെ ഉണ്ട്.
But we need to remember that Jesus' grace is sufficient for us. നമ്മൾ ഒരിക്കലും മറന്നു പോകരുതാത്ത ഒരു കാര്യം, ഈ ക്രിസ്തുവിന്റെ കൃപ എല്ലാത്തിനും മതിയായതായി എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്നു. Satan will want to hold us in guilt and say that you're not a child of God, you're always failing, and he'll bring all these into you. But remember, always fall back on the grace of Jesus. ഹല്ലേലൂയ. പിശാച് നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും പല ചിന്തകൾ കൊണ്ടുവരും. നീ ഒരു പരാജയമാണ്, നിന്നെ കൊണ്ട് ഒക്കത്തില്ല, നിന്റെ ജീവിതം ഒരു തകർന്നതാണ്. പക്ഷേ അപ്പോഴും നമ്മളോട് തന്നെ പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ കൃപ എപ്പോഴും മതിയായതാണ്, അതെപ്പോഴും എന്നെ താങ്ങി നിർത്തുന്നതാണ് എന്നുള്ള കാര്യം. And Romans says that his kindness leads us to repentance. ദൈവത്തിന്റെ ദയ നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്ന് റോമാലേഖനത്തിൽ നാം വായിക്കുന്നു. And let us get back on track, confess our sins. He is faithful and just to forgive all our sins and carry us. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റു പറയുന്നുവെങ്കിൽ നമ്മുടെ എല്ലാ കുറവുകളെയും നമ്മുടെ എല്ലാ പരാജയങ്ങളെയും നീക്കി നമ്മെ വിജയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ യേശു കർത്താവ് വിശ്വസ്തനായിരിക്കുന്നു. And to be able to live completely in all the purposes that God has created us for. ദൈവം നമ്മളെ ഏത് ഉദ്ദേശത്തോടുകൂടി സ്വീകരിച്ച് ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നോ ആ ഉദ്ദേശത്തോടുകൂടി ജീവിക്കാനായിട്ട് ദൈവം നമ്മളെ സദാ സജ്ജരാക്കിക്കൊണ്ടേയിരിക്കും. Okay, brother Sijoy, you can continue. നമുക്ക് ഒരു